വിദേശത്ത് ജയിലിൽ കഴിയുന്ന അമ്മ നാട്ടിലെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതോടെ വാഹനാപകടത്തിൽ മരിച്ച മകന്റെ സംസ്കാര ചടങ്ങുകൾ വൈകുകയാണ്. ഇടുക്കി സ്വദേശികളാണ് ഇരുവരും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അണക്കരയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഷാനറ്റ് എന്ന 18-കാരൻ മരിച്ചത്. കുവൈറ്റിൽ ജോലിക്ക് പോയ കുട്ടിയുടെ അമ്മ ജിനുവിന് ഇതുവരെയായിട്ടും നാട്ടിലെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് സംസ്കാര ചടങ്ങുകൾ വൈകാനുള്ള കാരണവും. ഏജൻസി ചതിച്ചതോടെ ജിനു കഴിഞ്ഞ 1.5 മാസമായി കുവൈറ്റ് പോലീസിന്റെ തടവിലാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല. പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസിയാണ് ഭാര്യയെ 2.5 മാസം മുൻപ് കുവൈറ്റിലേക്ക് കൊണ്ടുപോയതെന്ന് ഭർത്താവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരു കുട്ടിയെ നോക്കാനാണ് കൊണ്ടുപോയത്. 40,000 രൂപയായിരുന്നു ശമ്പളം. ജോലിസ്ഥലത്തെത്തിയപ്പോൾ വീട്ടിലുള്ളവരെ മുഴുവൻ നോക്കേണ്ട ജോലിയായിരുന്നു ജിനുവിന്. 1 മാസം കഴിഞ്ഞപ്പോൾ 27,000 രൂപ മാത്രമാണ് ശമ്പളമായി നൽകിയത്. തുടർന്ന് ഭാര്യ ഏജൻസിയെ വിളിച്ച് വിവരം അറിയിച്ചു. അവരെത്തി ഭാര്യയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ജിനു വിവരം രഹസ്യമായി കുവൈറ്റ് മലയാളി അസോസിയേഷനെ അറിയിക്കുകയും രക്ഷപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ എംബസിയിൽ എത്തുകയും ചെയ്തു. നടപടികൾ പൂർത്തിയാക്കി ജിനു കഴിഞ്ഞ തിങ്കളാഴ്ച നാട്ടിലെത്തേണ്ടതായിരുന്നു. എന്നാൽ യുദ്ധത്തിന്റെയും കോവിഡിന്റെയും പേര് പറഞ്ഞ് ഭാര്യയെ ജയിലിലാക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ ജയിലിൽ ഏജൻസികൾ വഴി ചതിയിൽപ്പെട്ട മലയാളികളായ 35 സ്ത്രീകളുണ്ടെന്നും യുവതിയുടെ ഭർത്താവ് പറഞ്ഞു.